ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ മോൻ്റെ അടുത്താണ്, ദുബായിലാണ്. അപ്പം അവൻ ഓഫീസിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി പിന്നെ ചിക്കത്തേക്ക് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. എന്നും ബിരിയാണി കഴിച്ച് എനിക്കങ്ങ് മടുത്തമ്മേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി മുട്ടക്കറി അല്ല, മുട്ട പൊരിച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് കരുതിയായിരുന്നു. അപ്പോൾ രാവിലെ അവർ ക്ലീനിങ്ങിന് വന്നു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ശരി, നമ്മളുള്ളപ്പോഴല്ലേ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മുട്ട പൊരിച്ചി ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിലാണ്. മുട്ട പൊരിച്ചിക്കെല്ലാം ഉള്ളി അരിഞ്ഞ് വെച്ച് എല്ലാം ഇട്ട് ചെയ്യാവുന്ന തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ കൂടെ നമുക്ക് പാത്രങ്ങളൊന്നും ഇവിടെ അത്രയും പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ചൊക്കെ അവൻ വന്നപ്പോൾ ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദൈവം സഹായിച്ച് അവന് നല്ലൊരു റൂം എടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഇന്നലെയൊക്കെ ആണെങ്കിൽ കറങ്ങാൻ പോയേക്കുമായിരുന്നു. വന്നിട്ട് 3-4 ദിവസമായി. ഞാൻ ഇന്നലെയൊക്കെ കറങ്ങാൻ പോയേക്കുമായിരുന്നു. മോന് ഡ്യൂട്ടി 7 മണി മുതൽ 3 മണി വരെ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഒരു സ്റ്റോപ്പ്, മെട്രോയെ കയറിയാലേ ഒരു സ്റ്റോപ്പ്, കയറുന്നിടത്തുനിന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാലേ അവരുടെ ഓഫീസായി. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാർഡൊക്കെ തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, മമ്മി അന്നേരം ഇന്ന് വരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ മോനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് അവൻ്റെ ഓഫീസിൻ്റെ അവിടോട്ട് പോകാമെന്ന് കരുതിയ. തന്നെയൊക്കെ പോകും. ഞാൻ ഇന്നലെ കുറേ അവിടെ എല്ലാം കറങ്ങി നടന്ന് അവിടെയൊക്കെ കുറച്ച് ദൂരെ ഭയങ്കര വെയിലാണ്. നമുക്ക് ആ വെയിലൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ പേടില്ല. എന്നാൽ റൂമിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ കബോർഡുണ്ട്, ഡ്രോയറുണ്ട്. ആ ഡ്രോയറിനകത്താണ് വെച്ച് വെക്കുന്നത്. അവൻ വല്ലപ്പോഴും കാണാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കുക. അല്ലാതൊന്നും അവന് ഉണ്ടാക്കത്തൊന്നുമില്ല. എത്ര മണിയായി? ഇത് നമ്മുടെ അവിടുത്തെ സമയമാണ്. ഇത് എത്രയാണ്? ഇത് എത്രയായ? 1 മണിയായി. 1 മണിയായി ഇവിടുത്തെ. വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ നനയ്ക്കാനിട്ടിട്ടുണ്ട്. ഇനി അത് ഒന്നെടുത്ത്, നമുക്ക് വെളിയിലെങ്ങും ഇവിടെ ഇടാൻ പറ്റത്തില്ല. എല്ലാം അകത്ത് തന്നെയാണ്. നേരെ അകത്ത് തന്നെ നമ്മളെല്ലാം ഇടും. നല്ല വെയിൽ, എന്താ ചെയ്യാനാ? വെയിൽ കൊണ്ട് തുണിയൊന്നും ഉണങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലത്തെ കുട്ടല്ലോ എന്തോ തക്കാളി അങ്ങനെ വലിയ തക്കാളി, ഒരു തക്കാളി ഇട്ടാണ്. ഒരു തക്കാളി ഇട്ടപ്പോഴത്തേക്ക് അത് മതിയാകുന്നുണ്ട്. മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ മുട്ട പൊരിച്ച് റെഡിയായിട്ടുണ്ട്. ഇവിടുത്തെയൊക്കെ മുട്ടയ്ക്ക് സീലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതേണ്ട ഡേറ്റ് ഉണ്ട്. ഇതിനകത്തൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. 13/7/2026 വരെയുണ്ട്. ജൂലൈ വരെയുണ്ട്. മെഷീനകത്ത് തുണി ഇട്ടായിരുന്നു, അതായിട്ട്. ഇതിനും കൂടെ ചെയ്ത് വെച്ച് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആയിട്ട് കഴിഞ്ഞാൽ ഇനി കുളിച്ചേച്ച് പോയാൽ മുട്ട ബുർജി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയും കൂടെ, ഇനി ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തിക്കെല്ലാം മാവ്
എല്ലാം ഞാൻ കുഴച്ച് വെച്ചേക്കുമായിരുന്നു. അതും കൂടെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കുളിക്കാമല്ലോ എന്ന് കരുതിയാണ്. ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. ഇച്ചിരി ഒന്ന് എണ്ണ തടയി നോക്കാം. ഞാൻ നാട്ടിലാണ്, ഞാൻ അങ്ങനെ എണ്ണയൊന്നും ഉണ്ടാക്കത്തില്ല. ചപ്പാത്തിക്ക് എണ്ണയൊന്നും ഇടത്തില്ല. ഒന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ സ്റ്റൗ എങ്ങനെയാ കത്തുന്നത് പോലും കാണുന്നില്ല. കത്തുന്നതെന്ന് പറഞ്ഞാൽ മീൻസ് എരിയുന്നതേ കാണുന്നില്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ, അത് എരിയുന്നതേ കാണുന്നില്ല. പിന്നെ ഇതുണ്ട്, ഫ്ലെയിം 1 മുതൽ 6 വരെ ഉള്ളതുണ്ട്. പക്ഷെ അതൊരു പിന്നെ ഇച്ചിരെങ്കിലും കനൽ വരുന്നത് നമുക്ക് കാണണ്ടേ, അത് ആ കാണുന്നേ ഇല്ല. കനൽ വരുന്നതേ കാണുന്നില്ല. അതായത് ചപ്പാത്തിയാണ് നല്ലതായിട്ട് പൊങ്ങുന്നുണ്ട്. കണ്ടോ, ചപ്പാത്തി പൊങ്ങുന്നുണ്ടോ, കാണുന്നുണ്ടോ? കണ്ടോ, നല്ല പപ്പടം പോലെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ കൂടെ എങ്ങനെയോ നോർത്ത് ഇവിടെ അവന് ഓലിവ് ഓയിലൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വന്നിച്ചിരി ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇച്ചിരി കുറച്ച് വയ്ക്കാം. നല്ലതായിട്ടാണ് ചപ്പാത്തി വേണ്ടത്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി മുട്ട ബുർജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോകാൻ റെഡിയായി. മണി ഇപ്പോൾ ഇവിടുത്തെ സമയം 2:30 2:45 അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ മെട്രോ കാർഡ് തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ മെട്രോ കാർഡ്. കണ്ടോ, ഇത് തന്നിട്ടുണ്ട്. പിന്നെ മമ്മിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മമ്മി ഇതിന് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് മേടിച്ചോ എന്ന് പറഞ്ഞ് കാർഡ് തന്നിട്ടുണ്ട്. ഇത് പിന്നെ ഡോറിൻ്റെ സെൻസർ, നമ്മൾ കതവ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇത് മറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതില്ലെങ്കിൽ എനിക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് പോകാൻ. ഇറങ്ങുവാ ഞാൻ. എന്നാൽ പോയി എല്ലായിടവും ഒന്നുകൂടെ തന്നെത്താനെ ഒന്ന് കറങ്ങി ചെക്കി ഒന്ന് വരട്ടെ കേട്ടോ. ബൈ ബൈ.